ഓം നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ നാരായണായ. നമോ നമ. ശങ്കരന് തൻ തിരുമുമ്പാകെ നിന്നുടൻ തൻ കരം കൂപ്പി ഗിരീന്ദ്രൻ ഉണർത്തിനാൻ. സർവരീനാഥ കലാധര ശങ്കര സർവജ്ഞ കൃപാലോ നമസ്തുതേ. നന്മകൾ നൽകും ജഗൽ പ്രഭോ, കണ്ടാലും എൻ മകളാണിവൾ, തോഴികളാണവർ. നിന്തിരുള്ളിൽ ഇച്ഛിക്കുന്നതൊക്കെയും അന്തരമില്ല, എൻ്റെ പുത്രി സാധിപ്പിക്കും. തുളസേവ ചെയ്ത് നിത്ര വർദ്ധിപ്പതിൽ എൻ്റെ മനസ്സയ്ക്ക് വാഞ്ചയും നിൽപ്പ് അല്പവുമല്ലീശ്വര. പുഷ്പം ഫലം ജലം ഇത്യാദി കൊണ്ടുവന്നർപ്പിക്കും ഉൾഭക്തിയോടും മനാരദം. തോഴികളാകുവരോടും ഒന്നിച്ചു വാഴു സദാ തത്സമീപത്തിലെൻ മകൾ. സാക്ഷാൽ മഹായോഗി ദിവ്യചക്ഷുസിനാൽ സൂക്ഷ്മം പറഞ്ഞു മഹേശ്വരൻ സന്തതം. നല്ലത് നല്ലതെന്ന അദ്രീശ്വരനോട് ചൊല്ലിനാൻ ഏറ്റവും മോദമാർന്നാൻ ശിവൻ. എന്നതിന് ശേഷം സദാശിവൻ തന്നുടെ സന്നിധിയിൽ പരാശക്തിയാം പുത്രിയെ പാർപ്പിച്ചു. പർവ്വത പുങ്കവൻ മേനയെ കേൾപ്പിച്ചു ചെന്നീ വിവരം മുഴുവനും. ഭക്തരെ കാത്തു രക്ഷിക്കുവാൻ താൽപ്പര്യം അത്യന്തമേറുന്ന പാർവതി ഇങ്ങനെ മുക്കണ്ണനോട് ഒന്നിച്ചു തപസ് ചെയ്ത കാനനത്തിൽ വസിച്ചു മഹേശ്വരി. അന്തരംഗത്തിൽ വിളങ്ങുമാ ദേവിയെ സന്തതം ധ്യാനിച്ചു വാഴുമാ ശങ്കരൻ. പെട്ടെന്ന് പത്നിയാക്കിയിടാനൊരുങ്ങിയില്ല, നിഷ്ഠയ്ക്കു ഭംഗം വരാതെ വാണിടിനാൻ. സ്ഥാണുവിൻ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുക വേണമെന്നപ്പോൾ വിചാരിച്ചു പാർവതി. വൃന്ദാരക വൃന്ദം അപ്പോൾ പ്രവർത്തിച്ചത് ഇനിമേലത്ര ഞാൻ ചൊല്ലാ ശ്രവിക്ക നീ. ഘോരൻ ദിതിസുതന്മാരിൽ പ്രമാണിയാ താരകൻ പാര ഉപദ്രവം ചെയ്യുകയാൽ സാരസ സംഭവൻ തൻ തിരുമുമ്പിൽ വൃന്ദാരകന്മാർ ചെന്നുണർത്തിനാനാർത്തരായി. ലോകേശ ഞങ്ങളെ പാലിക്കണം. ദുഷ്ടനാകിയ താരകൻ ദൈതേയ പുങ്കവൻ ഇന്ദ്രനെ പട്ടത്തിൽ നിന്നു നീക്കിയിട്ടുതാൻ ഇന്ദ്രനായി സ്വർഗം ഭരിക്കുന്നു സാമ്പ്രതം. തൊദ്ദത്തമാം വരം കൊണ്ട് ഗർവിഷ്ഠനായി വർദ്ധിപ്പവനവനേറ്റം പരാക്രമി. അങ്ങോട്ട് ഉപദ്രവം ചെയ്യാതെ വാഴുന്ന ഞങ്ങളെ കഷ്ടത്തിലാക്കിനാൻ ദുർമതി. താരങ്ങളെയും പിരിഞ്ഞു പരവശന്മാരായി അലയുന്നു വിണ്ണവരൊക്കെയോ. ഇന്ദ്രാദി ദിക്പാല സംഘവും ഇങ്ങനെ ചന്ദ്രനും താരകാനാശനായി തീർന്നിതു. എങ്ങു ചെന്നിടലും ദുഷ്ടൻ ദുരാശയൻ ഞങ്ങളെ ബോധിച്ചിടുന്നിതു. ഹരേ ഞങ്ങളെ ബാധിച്ചിടുന്നിതു താരകൻ. നേരകന്നുള്ളതൽ സൈന്യാധിപന്നഭൂപാരൊക്കെയും മുടിക്കുന്ന മഹാഖലൻ. ക്രൗഞ്ചാക്യനാണവൻ. തൻ പേര് കേൾക്കുമ്പോൾ അഞ്ചാത്തവരില്ല മൂന്ന് ലോകത്തിലും. അല്ലൽ കൂടാതിന് കാലം കഴിക്കുവാൻ നല്ല മാർഗം ഭവാൻ കണ്ടുപിടിക്കണം. അയ്യോ കുഴങ്ങുന്നു ഞങ്ങളല്ല, എന്തു ചെയ്യണമെന്നാശ കൽപ്പിക്കണം പ്രഭോ. എന്നതു കേട്ടു ജഗൽപിതാവാം അരവിന്ദ സമുദ്ഭവൻ ചിന്തിച്ചു ചൊല്ലിനാൻ. മുന്നം വരം കൊടുത്തേറെ രക്ഷിച്ച ഞാൻ
തന്നെ ആ ദുഷ്ടനെ കൊല്ലാൻ ശ്രമിക്കയോ? നിങ്ങൾക്ക് നേരിട്ടൊരാപത്തകറ്റുവാൻ ഇങ്ങുള്ള ഭാരമൊഴിക്കുന്നതെങ്ങനെ? താരക നിഗ്രഹത്തിനു ഞാൻ നിർജ്ജരന്മാരെ പറയാ ഉപായം ശ്രവിക്കുവിൻ. ഹരേ നാരായണ ശിവശങ്കരായ നമോ.